നിലമ്പൂരിലേക്കാണ് പോകുന്നത്. അവിടെ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നിലമ്പൂരിലാണ്. അവിടെ ബന്ധുക്കൾ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വന്നിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, എന്താണ് നിലമ്പൂരിലെ ഒരു സ്ഥിതി? എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിയുന്നത്? നീലിമ, നിലമ്പൂരിലല്ല ഉള്ളത്, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. നിലമ്പൂരിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ്. അത് 38 മൃതദേഹങ്ങളാണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടതുള്ളത്. ഇവിടെയാണ് ബന്ധുക്കളെയും അയൽവാസികളെയും അതുമാത്രമല്ല ആ പരിസരവാസികളെ മൊത്തം ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമയത്തിനകം ഏകദേശം 8 മൃതശരീരങ്ങൾ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് ഇവിടുത്തെ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയധികം 8 മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നത്. മാത്രമല്ല നാട്ടുകാർ ഇവിടെയുണ്ട്. വലിയ ഒരു തിരക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് 8 പേരുടെ മൃതദേഹം മാത്രം ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പോലീസ് നിയന്ത്രണത്തിലാണ്, വളണ്ടിയർമാരുടെ നിയന്ത്രണത്തിലാണ്. അതുമാത്രമല്ല ബന്ധുക്കളെ തിരിച്ചറിയുന്നവരുടെ ഒരു മാനസികാവസ്ഥ ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. എല്ലാ വളണ്ടിയർമാരെയും കൃത്യമായി നിർത്തിക്കൊണ്ട് വാഹനങ്ങൾ ഓരോ വാഹനങ്ങളായി കടത്തി കൊണ്ടുവരികയാണ്. ആ രീതിയിലാണ് ബന്ധുക്കളും അതുപോലെ ഫോട്ടോ അടക്കം കൊണ്ടുവന്ന ബന്ധുക്കളെയാണ് ആദ്യം ഈ മൃതശരീരം കാണാൻ അനുവദിക്കുന്നത്. അതിനുശേഷം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇത്തരത്തിൽ മൃതശരീരം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നീട് സംസ്കാര നടപടികളിലേക്ക് തന്നെ കടക്കാനാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം ഇവിടെ ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും ദിവസം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, മാത്രമല്ല ഇവരിൽ ആരൊക്കെ ബാക്കിയാണ് എന്നുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന 8 മൃതശരീരങ്ങളിൽ 6 പേരുടെ മൃതശരീരം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരാളുടെ പേര് അബൂബക്കർ എന്നാണ്. മറ്റ് 5 പേരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നാൽ പോലും ബന്ധുക്കൾ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അയൽവാസികളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ളവർ 6 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 2 ആൺകുട്ടികളുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച്, അതായത് 13 ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ 13 ആംബുലൻസുകൾ ആദ്യഘട്ട ആദ്യത്തെ ഒരു മൃതശരീരവുമായിട്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് കയറി കഴിഞ്ഞു. അത് തിരിച്ചറിയാനായി ബന്ധുക്കളെ അടക്കം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇതിൽ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്, അതായത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മോർച്ചറി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. മൊബൈൽ മോർച്ചറി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്കാണ് മൃതശരീരങ്ങൾ കൊണ്ടുവരിക. പുറത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്ത ശേഷം തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അതിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റ് നാട്ടുകാരെയും ബന്ധുക്കളെയും പലതവണ ഏറ്റവും ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് എന്ന് വേണം പറയാൻ. നാട്ടുകാർക്കും ബന്ധുക്കളൊക്കെ ഇത് തൻ്റെ ബന്ധു ആയിരിക്കരുതേ എന്ന് ആഗ്രഹിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പോലും അത് അത്തരമൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചേ പറ്റൂ. ആരൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു വലിയൊരു സന്നിഗ്ധ ഘട്ടത്തെ തന്നെയാണ് മറികടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളതാണ്. സ്കൂൾ പരിസരത്ത് തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങളിൽ നിന്നും നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച എന്ന് വേണം പറയാൻ. ബന്ധുക്കളായിട്ടുള്ളവർ തങ്ങളുടെ ബന്ധുക്കളായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇനി അഥവാ നഷ്ടപ്പെട്ടാൽ അത് അവരുടെ ശരീരം തന്നെ ആകണം എന്നും ചിന്തിക്കുന്ന, 2 തരത്തിൽ ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ നീക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴിവിടെയുള്ളത്. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഗ്രാമമൊട്ടാകെ ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് വലിയ ആളുകളുടെ മുന്നിൽ തന്നെ, അതായത് ബന്ധുക്കൾ കണ്ടു നിൽക്കെ തന്നെ കൊണ്ടുപോയ ദുരന്തം എന്ന് വേണം പറയാൻ. നമ്മുടെ മുന്നിൽ നിന്നും ആളുകൾ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ആളുകൾ അത്രയും വലിയ ദുഃഖത്തിൽ പൊട്ടിക്കരയുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്നവർ, 11 പേർ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവർ, അത്തരം ആളുകളെയൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ക്യാമ്പിൽ ഇതിനോടനുബന്ധിച്ച് ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ക്യാമ്പിൽ 638 പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
അവരൊക്കെയും കണ്ണീരോട് കൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതം കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല, എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, മരിച്ചവരിൽ പെടുന്നുണ്ടോ എന്നറിയില്ല. മാത്രമല്ല അവരുടെ പലരുടെയും മൃതശരീരങ്ങൾക്ക് പൂർണ്ണമായും കിട്ടുന്നില്ല. പല രീതിയിൽ ചിന്നിച്ചിതറിയ കഷ്ണങ്ങളായി മാത്രം മൃതശരീരങ്ങൾ കാണേണ്ടി വരുന്ന അവസ്ഥ ഒക്കെ തന്നെ ഏറ്റവും ഭേദകമായ കാഴ്ചയാണ് എന്ന് വേണം പറയാൻ. ഇത് കണ്ടു നിൽക്കേണ്ട ഒരു സ്ഥിതി, എന്നാൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട, അതായത് തിരിച്ചറിയേണ്ട ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ തന്നെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല, അഭിമുഖീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരിപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ തങ്ങളുടെ ബന്ധുക്കളുടേതാണോ, അച്ഛനെ തിരിച്ചറിയാനായി അമ്മയെ തിരിച്ചറിയാനായി മക്കളും, അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ബന്ധുക്കൾ അടക്കം എത്തിച്ചേർന്നിരിക്കുന്നു. ഇവരെയൊക്കെ ഇവിടെ ശേഷമാണ് അവിടെ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യനും ഈ നിമിഷം കടന്നു പോകുന്നത് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ചാലിയാറിൽ നിന്ന് മാത്രം ഇതുവരെ കിട്ടിയത് 72 മൃതദേഹങ്ങളല്ലേ? ഈ 72 മൃതദേഹങ്ങളും ഇപ്പോൾ അവിടേക്ക് കൊണ്ടുവരുന്ന സ്ഥിതിയുണ്ടോ? ഇപ്പോൾ ജോഷ്ല സൂചിപ്പിച്ചതുപോലെ 8 മൃതദേഹങ്ങളാണല്ലോ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ കൂടി ഈ സമയത്ത് എത്തിക്കുകയാണോ? 8 മൃതദേഹങ്ങൾ നേരത്തെ അല്പസമയം മുൻപ് 8 മൃതദേഹങ്ങൾ അല്പസമയം മുൻപ് എത്തിച്ചു കഴിഞ്ഞു. ഇതിൽ 6 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കി 2 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. അതേസമയം തന്നെ അതിനുശേഷമുള്ള 13 പേരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനിരിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങളാണ് നടക്കുന്നത്. ആ 13 പേരിൽ ആദ്യത്തെ മൃതദേഹം കൊണ്ടുവന്നു കഴിഞ്ഞു, അത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതേസമയം തന്നെ 13, 8, 21 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി 38 പേരിൽ ഇവർ ഒഴിച്ചുള്ള ബാക്കിയുള്ളവരുടെ മൃതദേഹം കൂടി ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇവിടെ മന്ത്രിമാരായ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ വീണ ജോർജ്, വാസവൻ എന്നിവരൊക്കെ തന്നെ ഈ പ്രദേശത്ത്, ഈ ഒരു സ്ഥലത്ത്, അതായത് ഹയർ സെക്കൻഡറി സ്കൂളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ കണ്ടു, അതുപോലെ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കണ്ട് സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ അവരെ പെട്ടെന്ന് കണ്ട് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കാരണം അത്തരം ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു പ്രദേശമാകെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകൾ അവർക്ക് ഓരോ കാര്യങ്ങളും, അതായത് 27 ശരീരഭാഗങ്ങൾ മാത്രമായി കിട്ടിയ ഒരു അവസ്ഥ കൂടിയുണ്ട്. മറ്റ് 38 പേരുടെ മൃതശരീരങ്ങൾ കിട്ടുമ്പോൾ പോലും 27 ശരീരഭാഗങ്ങൾ മാത്രം കിട്ടിയ ഒരവസ്ഥ കൂടിയുണ്ട്. ഇതൊക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേറെ വഴിയില്ല, നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ ഒരു രീതിയിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു, അതായത് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മൃതശരീരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി മഴ തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പ്രദേശങ്ങളിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ക്യാമ്പുകളും അതുപോലെ തന്നെ ഈ ഒരു മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യതയോടുകൂടി ഇവിടെ നടന്നു വരുന്നു എന്നുള്ളതാണ്. ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ പോലും വളണ്ടിയർമാരായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി എന്ത് ആവശ്യത്തിനും കൃത്യമായ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ നീക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഒരു രൂപം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നീലിമ, അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നീലിമ. ജോഷ്ല, ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ട്. ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മൃതദേഹങ്ങൾ എന്താണ് ചെയ്യുക? അവിടെ പിന്നീട് അത് സൂക്ഷിക്കാൻ മേപ്പാടിയിൽ സൗകര്യമുണ്ടോ? അതിനുള്ള ക്രമീകരണങ്ങൾ എന്തെല്ലാമാണ്?
കുറച്ച് ദിവസങ്ങൾ കൂടി സൂക്ഷിക്കാനുള്ള സൗകര്യം എന്നുള്ള നിലയിൽ മോർച്ചറി രൂപത്തിൽ തന്നെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് പിന്നീട് സംസ്കരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് കാരണം ഇപ്പോൾ തന്നെ വളരെയേറെ വൈകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2 ദിവസമായി ഇന്ന് തിരിച്ചു കിട്ടിയ മൃതശരീരങ്ങൾ പലതും അത്രയേറെ അപകടാവസ്ഥയിലാണ്. അതായത് ചതഞ്ഞരഞ്ഞൊക്കെ കിട്ടിയ മൃതദേഹ ഭാഗങ്ങളൊക്കെയാണ്. അതൊക്കെ തന്നെ വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ മരിച്ചുപോയവരിൽ ഒരു കുടുംബമടക്കമുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി ഒരു പക്ഷേ കാത്തിരിക്കാം, അതല്ലെങ്കിൽ നേരിട്ട് സംസ്കരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് വ്യക്തമായ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് എല്ലാ കാര്യങ്ങളും, അതായത് ക്യാമ്പുകളിലേക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഒരേ സമയത്താണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കണ്ടുകൊണ്ടിരിക്കുന്നത് മൃതശരീരം സ്കൂൾ സജ്ജീകരിച്ചിരിക്കുന്ന മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ്. അത് ആ ഒരു ആംബുലൻസിൽ നിന്നും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച് കൈകോർത്തുകൊണ്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതേസമയം തന്നെ ക്യാമ്പുകളിൽ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നാടിൻ്റെ പല ഭാഗത്തു നിന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള അവശ്യ സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇവിടെ അത് തികയില്ല എന്നുള്ളതാണ്. ഏകദേശം 3000-ഓളം മനുഷ്യർക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ എത്തേണ്ടതുണ്ട്. അവർ ഒന്നുമില്ലാത്തവരാണ്, അതായത് എല്ലാം നഷ്ടപ്പെട്ടവരാണ്, ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ എന്ത് സാധനങ്ങളായാലും അത് അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് വളണ്ടിയർമാർ ഞങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി തന്നെ സപ്ലൈകോ വഴിയും മറ്റും എല്ലാ സാധനങ്ങളും എത്തിച്ചേരുന്നുണ്ടെങ്കിലും മറ്റ് രീതിയിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും എത്തിച്ചേരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ